ഹായ് നമസ്കാരം. എന്തൊക്കെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? പിന്നെ ഞാൻ നടത്താപ്പ് നടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ഒരു വലിയ ഡ്രം എടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ചെറുതാണെങ്കിൽ ഒരെണ്ണമാണെങ്കിൽ ഒരു ചെറിയ ഒരു 20 ലിറ്ററിൻ്റെ ബക്കറ്റിലൊക്കെ നമുക്ക് നടാൻ പറ്റും. പക്ഷേ രണ്ടെണ്ണം ഉണ്ടായപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയ ഡ്രം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ നടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാനിവിടെ മുമ്പ് ചാക്കിലാക്കി വെച്ച മിശ്രിതം ഉണ്ട്. അത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, പിന്നെ ഡോളമേറ്റ് ഇട്ടിരുന്നു, കരിയിലുണ്ട്, അതൊക്കെ കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇതിലേക്കൊന്ന് ചെരിഞ്ഞു കൊടുത്തു. ചെരിഞ്ഞിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുത്തു. ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ ഞാനിത് വൈകി സത്യത്തിൽ നടാൻ. ഇത് ശരിക്കും മുള പൊങ്ങി വരുമ്പോൾ തന്നെ നടണം. അത് കഴിഞ്ഞ് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്തു. ഇനി കുറച്ചും കൂടി മുള വന്നോട്ടെ കരുതി വെയിറ്റ് ചെയ്തു. പക്ഷെ അത് നന്നായിട്ട് വളർന്ന് ഒരടിയിലേറെ ഇത് വള്ളി വളർന്നു കഴിഞ്ഞു, പെട്ടെന്ന് വളർന്നു. അപ്പോൾ ചെറിയ പേടി ഉണ്ടായിരുന്നു, അത് ഇനി പിടിച്ചിട്ടോ ഇല്ലേ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും നടാമെന്ന് കരുതി. ഇനിയിപ്പോൾ വൈകിക്കണ്ട, കാരണം ചൂട് കാരണമാണ് ഞാനത് വൈകിപ്പിച്ചത്. ഭയങ്കര ചൂടാണ്, വമ്പൻ ചൂടാണ് ഇവിടെ. അപ്പോൾ ചൂടത്ത് എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇരുട്ടത്താണ് വെച്ചത്. വിത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ചിരുന്നു, വെയിലൊന്നും തട്ടാത്ത സ്ഥലത്ത് വെച്ചിരുന്നു. അപ്പോൾ രണ്ടും മുളച്ചിട്ടുണ്ട്. ഞാനൊരു തിരുവനന്തപുരത്തൊരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്, കൊറിയറിൽ അയച്ചു തന്നതാണ്. അപ്പോൾ 2 വിത്ത് തന്നിരുന്നു, അത് രണ്ടും മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഈ മുള പൊട്ടാൻ പാടില്ല. കണ്ടോ, ഇത് നന്നായിട്ട് വള്ളി വളർന്നിട്ടുണ്ട്. ഇത്ര വളരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ നടണം, അല്ലെങ്കിൽ അതിൻ്റെ കിഴങ്ങ് ചീഞ്ഞല്ല, അത് ചുരുങ്ങി ഈ വള്ളി മുഴുവൻ അത് വലിച്ചെടുത്തിട്ട് അങ്ങനെ നശിച്ചു പോകും. ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനേതായാലും ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, ഉണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും അതൊന്നും നടാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് അത് രണ്ടും നട്ടു. ഇതൊരിക്കലും മുള പൊട്ടരുത് നടുന്നവർ. ഈ മുള പൊട്ടിയാൽ പിന്നെ രണ്ടാമതൊരു മുള അതിൽ നിന്ന് വരാൻ ബുദ്ധിമുട്ടാണ്. ഇനി അതിൻ്റെ പോകും, വളർച്ച എന്നെയൊക്കെ ബാധിക്കും. അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ മുള പൊട്ടാതെ ഇത്രയും മുള വരുന്നതിൻ്റെ മുമ്പ് തന്നെ നടണം. എനിക്കതറിയില്ലായിരുന്നു. അങ്ങനെ നട്ടുകൊടുത്തു. പിന്നെ ഞാൻ 3 കമ്പ് വെച്ചിട്ട് അത് ഒന്ന് മറച്ചെടുത്തു, കാരണം വമ്പൻ ചൂടാണ്. അപ്പോൾ ഒന്ന് മറച്ചെടുത്തു. ഇവിടെ ഗ്രീൻ നെറ്റ് ഉണ്ടായിരുന്നു, ഞാൻ മുമ്പ് വേറെ ആവശ്യത്തിന് ഉപയോഗിച്ച ഗ്രീൻ നെറ്റാണ്, അതെടുത്തിട്ട് ഒന്ന് മറച്ചെടുത്തു. അപ്പോൾ ഞാനതിന് ദിവസം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ വന്ന് നോക്കാറുണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇത് വളർച്ചയുണ്ട്, സത്യത്തിൽ നല്ല വളർച്ച കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞു ഇത് നട്ടിട്ട്, ഒരാഴ്ച കഴിഞ്ഞു. ഇനി അതൊന്ന് നോക്കാം എന്താണ് അതിൻ്റെ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇത് വളരുന്നുണ്ട്, കണ്ടോ, പഴയ പോലെയല്ല, നല്ല വളർച്ച ഉണ്ട്. ഒന്നുകൂടി വളർന്ന് വന്നിട്ടുണ്ട്. പിന്നെ കമ്പിൽ ചുറ്റി കയറിയിട്ടുണ്ട്. ശരിക്കും ഇതിന് പന്തലിട്ട് കൊടുക്കണം. ഒന്നുകൂടി വളർന്നിട്ട് പന്തൽ ഇടാമെന്നുള്ള തീരുമാനത്തിലാണ്. കണ്ടോ, ഇത് ഇടത്തേക്കാണ് ചുറ്റി വളരുന്നത്. അതിന് ഇടത്താപ്പ് അത് അടത്താപ്പായി മാറി. അങ്ങനെയാണ് അതിൻ്റെ ഇത്. അപ്പോൾ 2 എണ്ണം വെച്ചു, രണ്ടും മുളച്ചിട്ടുണ്ട്. വള്ളി നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇനി ഇത് വള്ളി വീശട്ടെ. ഒന്നുകൂടി വീശി അതിൻ്റെ ഇല വരും. അതിലൊക്കെ ചെറിയ കുഞ്ഞിലകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇലകൾ വന്നാൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോഴേക്കും ഒരു പന്തലും ഒക്കെ സെറ്റാക്കണം. കണ്ടോ, ഇത് വളർന്നിട്ടുണ്ട്. ഒരാഴ്ച ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട്. കണ്ടോ, ഇടത്തേക്ക് ഇത് ചുറ്റിയിട്ടാണ് ഇത് വളർന്നു പോകുന്നത്. അപ്പോൾ ഇനി പന്തൽ കയറ്റാനായിട്ടുണ്ട്, വൈകാതെ പന്തൽ കയറ്റണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നടാത്തവരുണ്ടെങ്കിൽ നടണം, പെട്ടെന്ന് നടണം, ഇത്രയും വൈകിക്കരുത്. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.